എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. റേഷൻ കാർഡുള്ളവർക്ക് ആശ്വാസമേകുന്ന ഒരു വാർത്തയുമായി ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ് എത്തിയിട്ടുണ്ട്. വിഷു, ഈസ്റ്റർ, റംസാനോടനുബന്ധിച്ച് വിപണി ഇടപെടൽ നടത്തുന്നതിന് സപ്ലൈകോക്ക് 100 കോടി അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. ഇപ്പോൾ നമുക്കറിയാം, മിക്ക സപ്ലൈകോയിലും സാധനങ്ങൾ മുഴുവൻ ഇല്ലാത്ത ഒരു സ്ഥിതിയാണുള്ളത്. അപ്പോൾ സപ്ലൈകോയുടെ വിഷു, ഈസ്റ്റർ, റംസാൻ വിപണി ഉടൻ തുടങ്ങുന്നതായിരിക്കും. ഈസ്റ്റർ ദിവസമായിട്ടുള്ള ഏപ്രിൽ 20-ാം തീയതി വരെ അത് തുടരുകയും ചെയ്യും. അടുത്ത ആഴ്ചയോടുകൂടി വിപണി തുടങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 13 സബ്സിഡി സാധനങ്ങളെങ്കിലും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്നും ലഭിക്കും. മഞ്ഞ, പിങ്ക്, നീല, വെള്ള റേഷൻ കാർഡുള്ളവർക്ക് മാർച്ച് മാസത്തെ റേഷൻ വിതരണം ഇപ്പോഴും തുടരുകയാണ്. മഞ്ഞ റേഷൻ കാർഡിന് 30 കിലോ അരിയും 3 കിലോ ഗോതമ്പും സൗജന്യമായും 2 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലും 1 കിലോ പഞ്ചസാര 27 രൂപക്കുമാണ് ഈ മാസം ലഭിക്കുന്നത്. പിങ്ക് റേഷൻ കാർഡിന് കടയിൽ ഒരംഗങ്ങൾക്കും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പുമാണ് ലഭിക്കുക. മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും 3 കിലോ ഗോതമ്പ് കുറച്ച് പകരം 3 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കിൽ ലഭിക്കും. അരിയും ഗോതമ്പും സൗജന്യമാണ്. കാർഡിൽ 3 അതിൽ കുറവോ അംഗങ്ങളാണ് എങ്കിൽ ആട്ട മാത്രമാണ് ലഭിക്കുക, ഗോതമ്പ് ലഭിക്കുകയില്ല. നീല റേഷൻ കാർഡിന് കാർഡിൽ ഓരോ അംഗങ്ങൾക്കും 4 കിലോ വീതം 2 കിലോ വീതം അരി 4 രൂപ നിരക്കിലാണ് ലഭിക്കുക. ഈ അരി വില കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ശുപാർശ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏപ്രിൽ മാസത്തിൽ നീല, വെള്ള റേഷൻ കാർഡുള്ളവർക്ക് സെസ് ഏർപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ഈ മാസം വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് കാർഡിൽ ആകെ 10 രൂപ 90 പൈസ നിരക്കിൽ 6 കിലോ അരിയാണ് ലഭിക്കുന്നത്. നീല റേഷൻ കാർഡിനും 10 കിലോ 90 പൈസ നിരക്കിൽ 3 കിലോ സ്പെഷ്യൽ അരി കൂടി ഉണ്ട്. ബ്രൗൺ റേഷൻ കാർഡിനും 10 രൂപ 90 പൈസ നിരക്കിൽ 2 കിലോ അരിയും ലഭിക്കുന്നുണ്ട്. സപ്ലൈകോ വിപണി ഇടപെടലിന്റെ ഭാഗമായിട്ടായിരിക്കും വിഷു, റംസാൻ, ഈസ്റ്റർ വിപണി ആരംഭിക്കുക. ചെറുപയർ 1 കിലോക്ക് 92 രൂപ നിരക്കിലും ഉഴുന്ന് 1 കിലോക്ക് 95 രൂപ നിരക്കിലും വൻകടല 69 രൂപ നിരക്കിലും വൻപയർ 75 രൂപ നിരക്കിലും തൂരപ്പരിപ്പ് 111 രൂപ നിരക്കിലും മുളക് 1/2 കിലോ 82 രൂപ നിരക്കിലും മല്ലി 1/2 കിലോ 78 രൂപ നിരക്കിലും പഞ്ചസാര 1 കിലോ 28 രൂപക്കും വെളിച്ചെണ്ണ 1/2 ലിറ്റർ 55 രൂപക്കും കുറുവ അരി 30 രൂപക്കും മട്ട അരി 30 രൂപക്കും പച്ചരി 29 രൂപക്കും ലഭിക്കുന്നതാണ്. വിപണിയുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ വന്നാൽ കൃത്യസമയത്ത് നിങ്ങളെ വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ്. ഈ മാസത്തെ റേഷൻ വാങ്ങാനുള്ള അവസരങ്ങൾ അവസാനിക്കുകയാണ്. ഇത്രയും വേഗം ഈ മാസത്തെ റേഷൻ കടയിലെത്തി വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. കൂടുതൽ പച്ചരിയാണ് ഈ മാസം ഉള്ളത്. പുതുതായി BPL റേഷൻ കാർഡിലേക്ക് മാറ്റപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ആദ്യമായിട്ട് ഈ മാസം മുതലാണ് സൗജന്യ ഭക്ഷ്യ വിഹിതങ്ങൾ ലഭിച്ചു തുടങ്ങിയിട്ടുള്ളത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അതൊന്നും വാങ്ങിയിട്ടില്ലെങ്കിൽ ഉടനെ പോയിട്ട് വാങ്ങണം. അതുപോലെ തന്നെ ഈ KYC മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്ത ആളുകൾ ഉണ്ട് എങ്കിൽ 31-ന് മുമ്പ് അത് പൂർത്തീകരിക്കുന്ന കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ.